ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വന്നുട്ടോ. ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാ ഇതാ ഞങ്ങളിതാ പോവാണ് ട്ടോ. ഫാരിസ വിളിച്ചിരുന്നു. അതായത് എന്റെ ഇളേച്ചി വിളിച്ചിരുന്നു. "ഇന്ന് അങ്ങോട്ട് നോമ്പറക്കാൻ വരി എല്ലാരും" എന്ന് പറഞ്ഞിട്ട്. മക്കൾസൊക്കെ അവിടെ തന്നെയാണ് ട്ടോ. ഞാനും ആശി ഇവിടെ ഉണ്ടായിരുന്നില്ല. ആശി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ ആശി ഇവിടെ ഉണ്ടായിരുന്നില്ല. ആശി ഞങ്ങൾ ആന്റിക്ക് ടൈൽസ് നോക്കാൻ വേണ്ടി പോയിരുന്നു. ഒരു വീട് പണി നടക്കല്ലേ. അപ്പൊ അവിടേക്ക് ടൈൽസ് നോക്കാൻ വേണ്ടി പോയിരുന്നു. ആശി വന്നിട്ട് ഞാനും ആശിയും പാടെ അങ്ങനെ തറവാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ആശി വന്നപ്പത്തിന് കുറച്ച് നേരം വൈകിന്നു ട്ടോ. 6 മണി കഴിഞ്ഞിക്കണു വന്നപ്പത്തിന്. പെരിന്തൽമണ്ണക്കാണ് ഓല് ടൈൽസ് നോക്കാൻ വേണ്ടി പോയിരുന്നത്. ആന്റി അങ്ങോട്ട് വന്നിക്കായിരുന്നു. ആന്റി കളിയാക്കി അങ്ങോട്ട് വന്നിക്കായിരുന്നു. ആശി ഇവിടുന്ന് ചെല്ലുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആശി അവിടുന്ന് വന്ന് ഞങ്ങൾ ദാ നേരെ തറവാട്ടിലെത്തിട്ടോ. തറവാട്ടിലെത്തിയപ്പോ മക്കൾസൊക്കെ കളി കഴിഞ്ഞ് വന്ന് ഇരിക്കാണ്. 6 മണി കഴിഞ്ഞില്ലേ. ഞാനവിടെ എത്തുമ്പോ ഇമ്മ ഇതാ ചോറ് ദമ്മിടാണ്. ചോറൊക്കെ ദമ്മിട്ട് ഇതാ പഴംപൊരി ഉണ്ടാക്കിക്കണ്. പിന്നെ സമൂസ ഒക്കെ സെറ്റ് ആയിക്കണു. ചിക്കൻ കറി ഉണ്ടാക്കിക്കണു. നെയ്ച്ചോറും ഉണ്ടാക്കിക്കണു. എല്ലാതും സെറ്റ് ആയിക്കൊണ്ടിരിക്കണു. അപ്പൊ അങ്ങനെ ഏകദേശമുള്ള ടൈം ആയിക്കൊണ്ടിരിക്കണം ട്ടോ. ടൈം ആയാൽ പിന്നെ ഇന്റെ ഷാനൂനും മത്തൂനും പിന്നെ കറക്റ്റ് ടൈം അറിയും. അങ്ങനെ ഓരോ അതൊക്കെ കൊടുന്ന് വെച്ച് ടേബിളുമൊക്കെ നിരത്തിട്ടോ. ഞങ്ങളെല്ലാരും പാടെ കൂടിയ ടേബിളുമ്പോ സ്ഥലമില്ല. ഏഹ് ഞങ്ങളെ മൂന്നെണ്ണം അവിടുത്തെ മൂന്നെണ്ണം പിന്നെ ഇപ്പി ഇമ്മി ഇമ്മമ്മി എല്ലാരും പാടെ ഇരുന്നാല് ആ ടേബിളുമ്മി സ്ഥലമില്ല. എല്ലാരും പാടെ ഇരിക്കുമ്പോ അതൊരു രസമല്ലേ. അങ്ങനെ നമ്മളെ 23-ാമത്തെ നോമ്പും അവിടെ അവസാനിക്കാണ് ട്ടോ. ബാങ്കും കൊടുത്ത് എല്ലാരും നോമ്പ് തുറന്നുട്ടോ. പിന്നെ നോമ്പ് പറഞ്ഞ ക്ഷീണത്തിൽ കുറച്ച് നേരം ഞങ്ങള് നാലാളും കൂടുമ്പോ അങ്ങനെയാണ്. എന്തേലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ 23-ാമത്തെ നോമ്പ് ഇവിടെ അവസാനിച്ചു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ, അസ്സലാമലൈക്കും.